അത് തിരിച്ചും തെറ്റായിട്ടുള്ള ബാലിശമായിട്ടുള്ള വിശദീകരണമാണ്. ഞങ്ങൾ മൻമോഹൻ സിംഗിന്റെ മഹത്തരമായ വ്യക്തിത്വത്തെ അതിനർഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഗണന കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. വെറും ആക്ഷേപമല്ല ഉന്നയിച്ചത്, ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും നേരിട്ട് ബോധ്യപ്പെടുന്നതായിരുന്നു, മാധ്യമപ്രവർത്തകർക്കടക്കം. ഞങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ 1, 2, 3, 4, 5, 6. അത് നിഷേധിക്കട്ടെ അവര്. സാധാരണഗതിയിൽ എന്താണ് ചെയ്യാറുള്ളത്? 10 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്നു. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം തകർന്നത് തിരിച്ചു കൊണ്ടുവന്ന പ്രധാനമന്ത്രിയായിരുന്നു. നമ്മുടെ നാട്ടിലെ ഇന്ന് കാണുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ എല്ലാം നിദാനം അദ്ദേഹത്തിന്റെ നിലപാടുകളും നയങ്ങളുമായിരുന്നു. ലോകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്ര നേതാക്കളും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നടത്തിയ പരാമർശങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അവർ പറയുന്നത് ഡിഫൻസ് മിനിസ്ട്രിയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. മുൻപും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പൊ ഡിഫൻസ് മിനിസ്ട്രി ഒന്നുകിൽ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ പ്രൈം മിനിസ്റ്ററാണ്. എന്താണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യണം. പ്രതിരോധ വകുപ്പ് നമ്മളുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. അവർ ഏകപക്ഷീയമായി ഉത്തരവിറക്കായിരുന്നു. പ്രധാനമന്ത്രി ഇരിപ്പിടം ഒരുക്കി എന്നുള്ളതാണോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? പ്രധാനമന്ത്രി വന്നത് രാജ്യത്തിന് മുൻ പ്രധാനമന്ത്രി മരിച്ചപ്പോൾ ശവസംസ്കാര ചടങ്ങിൽ പ്രധാനമന്ത്രി വരുക എന്ന് പറയുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അവിടെ ഇന്നലെ ഉണ്ടായിരിക്കുന്ന സമയം ആ കുടുംബത്തിന്റെ അംഗങ്ങൾക്ക് പോലും ശരിയായ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നില്ല. മക്കൾക്ക് പോട്ടെ, ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ടുള്ള മക്കളുണ്ടല്ലോ, അവർക്ക് പോലും ഇരിപ്പിടം പ്രൊവൈഡ് ചെയ്തില്ല. അതിനെല്ലാം കാരണം അവിടെ സ്ഥലം പരിമിതിയായിരുന്നു. കൃത്യമായിട്ടും സ്ഥലപരിമിതിയുള്ള ഒരു പ്രദേശമായിരുന്നു ഫ്യൂണറലിനെ സെലക്ട് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞതാണ് പ്രത്യേകമായ സ്ഥലം അനുവദിക്കണം, അവിടെ ഫ്യൂണറൽ വേണം. ഇതെല്ലാം ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തതല്ല. ഞങ്ങളുടെ അധ്യക്ഷനടക്കം, കോൺഗ്രസ് അധ്യക്ഷനടക്കം പ്രധാനമന്ത്രിയോട്, ആഭ്യന്തരമന്ത്രിയോട് നേരിട്ട് പറഞ്ഞതാണ്, കത്തെഴുതിയതാണ്. രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയോട് ഞാനും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും നേരിട്ട് ഫോളോ അപ്പ് ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കങ്ങളും അവർ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അത് വളരെ വേദന ഉണ്ടാക്കുന്ന രീതിയിൽ, കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലാണ് അവർ ഇന്നത്തെ ഫ്യൂണറൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. അല്ല, ട്രസ്റ്റിന്റെ കാര്യം വരട്ടെ. ആദ്യം ഫ്യൂണറലായിരുന്നല്ലോ വേണ്ടത്. നമ്മുടെ നാട്ടിലെ എന്താണ്, ശവസംസ്കരിച്ചെടുത്തല്ലേ സ്മാരകങ്ങൾ ഉണ്ടാവാറുള്ളത്? ശവസംസ്കാരം ഒരു ഭാഗത്ത്, വേറെ സ്മാരകം വേറൊരു ഭാഗത്താണോ നടക്കാറുള്ളത്? അങ്ങനെയല്ല, അവർ തന്നില്ല. ട്രസ്റ്റ് ഇതിനകത്തൊക്കെ ഒരു കൃത്യമായ അജണ്ട ഇല്ലായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ വിചാരിച്ചാൽ 2 ദിവസം കൊണ്ട് സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എന്തോ ഗൂഢ അജണ്ടയുമായിട്ടാണ് ഇക്കാര്യത്തിൽ അവർ നിൽക്കുന്നത് വ്യക്തമാണ്. എന്താണെന്ന് വ്യക്തമാക്കപ്പെട്ടു. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ യശസ്സും പ്രൗഢിയും അനുസരിച്ച് ജനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള, ലോക മനസ്സാക്ഷി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ശവസംസ്കാരമായിരുന്നു ഇവിടെ നടന്നത്. അത് സർക്കാർ നടത്തിയ ഒരുക്കങ്ങൾ കൊണ്ടല്ല. മൻമോഹൻ സിംഗിന്റെ അത്രയും വലിയ ഒരു പ്രതിച്ഛായയുടെ പുറത്ത് രാജ്യവും ലോകവും അദ്ദേഹത്തെ കണ്ടതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഗവൺമെന്റ് അത് കൈകാര്യം ചെയ്ത് വഷളാക്കി എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. നരസിംഹറാവുവിന്റെ കാലത്ത് നരസിംഹറാവു തന്നെയാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് ആഗ്രഹമായിരുന്നു ഹൈദരാബാദിലാണ് അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ ചടങ്ങുകൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. അതിന്റെ അനുസരിച്ചാണ് ഹൈദരാബാദിലേക്ക് അത് മാറ്റിയത്. ഇവരിപ്പോ ഇത് പറയുന്നതൊക്കെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ പറയും. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നരസിംഹറാവുവിന്റെ കാര്യം അതുപോലെ പ്രണബ് മുഖർജിന്റെ കാര്യമല്ലല്ലോ പറയേണ്ടത്. ഇന്ത്യയിലെ ഏക സിഖ് പ്രൈം മിനിസ്റ്റർ, ലോകം ഏറ്റവും അംഗീകരിക്കുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ഇത്രയും അലംഭാവം കാണിച്ച്, ഇത്രയും കൃത്യവിലോപം കാണിച്ചിട്ട് അത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ മാത്രമല്ലല്ലോ പറഞ്ഞത്, കോൺഗ്രസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന ശിരോമണി അകലാൽ ദളിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടുണ്ടാവും. അവരെന്താ പറഞ്ഞത്? അവർ ഏറ്റവും ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ 10 ഇരട്ടി ഭാഷയിലാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇത് പൊതുവികാരമാണ്. ഈ വികാരം മനസ്സിലാക്കി തിരുത്തുന്നതിന് പകരം കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനാണ് വീണ്ടും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കുള്ള കുറ്റബോധമാണ് അവരത് കൊണ്ട് പറയിപ്പിക്കുന്നത്. മൻമോഹൻ സിംഗിൽ നിൽക്കുക എന്ന് മൻമോഹൻ സിംഗിൽ നിൽക്കുക. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഈ ക്രൂരമായ സമീപനം അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്.